ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അമ്മമാർക്കും സ്വാഗതം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത്തിരി മെലിഞ്ഞിരുന്നാൽ ഉടനെ നാട്ടുകാർ ചോദിച്ചു തുടങ്ങും, എന്താ പിള്ളേർക്കൊന്നും കൊടുക്കുന്നില്ലേ എന്ന്. ഇത് കേട്ട് വിഷമിക്കുന്ന അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, വണ്ണം വയ്ക്കാൻ കുറുക്കു വഴികളില്ല, പക്ഷേ കൃത്യമായ വഴികളുണ്ട്. ഇന്ന് നമ്മൾ വെറുമൊരു ഉപദേശമല്ല പറയുന്നത്. ഈ ഒരു വീഡിയോയിൽ കുഞ്ഞിന് രാവിലെ മുതൽ രാത്രി വരെ എന്തൊക്കെ കൊടുത്താൽ തൂക്കം കൂടും എന്നതിനെക്കുറിച്ച് ഒരു ഡീപ്പ് ഡിസ്കഷനാണ് ഇന്ന് പറയുന്നത്. 10 ദിവസം കൊണ്ട് നിങ്ങളുടെ കുഞ്ഞിൻ്റെ മാറ്റം നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. ഒരു നേഴ്സ് എന്ന നിലയിൽ ഞാൻ ഉറപ്പ് തരുന്നു, ഈ രീതി പിന്തുടർന്നാൽ റിസൾട്ട് ഉറപ്പാണ്. വീഡിയോ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. നമ്മൾ പലപ്പോഴും ഒരു വലിയ പാത്രം നിറയെ ആഹാരം കുഞ്ഞിന് കൊടുക്കാറുണ്ട്. കുഞ്ഞ് അത് മുഴുവൻ കഴിക്കുകയും ചെയ്യും, പക്ഷേ തൂക്കം കൂടില്ല. ഇതിൻ്റെ കാരണം ആ ഭക്ഷണത്തിൽ കലോറി കുറവാണ് എന്നതാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ വെറും കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ പച്ചക്കറികൾ മാത്രം പുഴുങ്ങിയതോ ആണ് നൽകുന്നതെങ്കിൽ അതിൽ വെള്ളവും നാരുകളും മാത്രമേ ഉള്ളൂ. അത് കുഞ്ഞിൻ്റെ വയറ് നിറയ്ക്കും, പക്ഷേ ശരീരത്തിന് വേണ്ട ഊർജം നൽകില്ല. തൂക്കം കൂടണമെങ്കിൽ ആഹാരം കലോറി ഡെൻസ് ആയിരിക്കണം, അതായത് കുറഞ്ഞ അളവ് കഴിച്ചാൽ പോലും ഊർജം കിട്ടണം. ഇതിനായി ആഹാരത്തിൽ നെയ്യ്, വെണ്ണ, തേങ്ങാപ്പാൽ എന്നിവ നിർബന്ധമായും ചേർക്കണം. ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ വരുത്തുന്ന വലിയ തെറ്റുകൾ ആദ്യമായി മാറ്റണം. ഭക്ഷണം കൊടുക്കുന്നതിന് തൊട്ടു മുൻപ് കുഞ്ഞിന് വെള്ളം കൊടുക്കരുത്. ഇത് കുഞ്ഞിൻ്റെ വയർ നിറഞ്ഞതായി തോന്നിപ്പിക്കും, ആഹാരം കഴിക്കില്ല. പലരും ചോറും കഞ്ഞിവെള്ളവും കൊടുക്കും. ഇതിൽ കലോറി വളരെ കുറവാണ്. വണ്ണം വയ്ക്കാൻ ഇതുകൊണ്ട് സാധിക്കില്ല. മൊബൈലിൽ നോക്കി ആഹാരം കഴിക്കുമ്പോൾ കുഞ്ഞിൻ്റെ ശരീരം ആ പോഷകങ്ങൾ ശരിയായി ആഗിരണം ചെയ്യില്ല. ശ്രദ്ധ ആഹാരത്തിൽ തന്നെ വേണം. ഇനി ഞാൻ പറയുന്ന ഒരു ചാർട്ട് നിങ്ങൾ ഡയറിയിൽ കുറിച്ചു വയ്ക്കുക. രാവിലെ മുതൽ രാത്രി വരെ ഉള്ള ഒരു ഹൈ കലോറി ചാർട്ടാണ്. രാവിലെ 8 മണിക്ക്, അതായത് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല നെയ്യിൽ വഴറ്റിയ നേന്ത്രപ്പഴം അല്ലെങ്കിൽ റാഗി കുറുക്ക്. ഇതിൽ നിർബന്ധമായും 1 സ്പൂൺ നെയ്യും അണ്ടിപ്പരിപ്പ് പൊടിച്ചതും ചേർക്കണം. ഉച്ചയ്ക്ക് 12 മണിക്ക്, അതായത് ലഞ്ചാണ്. വെറും ചോറിന് പകരം പരിപ്പും നെയ്യും ചേർത്ത ഉടച്ച ചോറും അതിൻ്റെ കൂടെ ഒരു മുട്ടയുടെ മഞ്ഞ കൂടി ചേർക്കാം. ഇത് പ്രോട്ടീൻ വർദ്ധിപ്പിക്കും. വൈകുന്നേരം 4 മണിക്ക്, അതായത് സ്നാക്സ് ടൈമാണ്. ഇവിടെ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ചീസോ വെണ്ണയോ ചേർത്ത് ഉടച്ചത്. ഉരുളക്കിഴങ്ങിലെ അന്നജം കവിൾ വീർക്കാൻ സഹായിക്കും. രാത്രി 8 മണിക്ക് ഗോതമ്പ് കുറുക്കോ അല്ലെങ്കിൽ ഏത്തയ്ക്കായ പൊടിയോ നൽകാം. രാത്രിയിൽ അമിതമായി വയർ നിറയ്ക്കരുത്, ഇത് ഉറക്കത്തെ ബാധിക്കും. ദഹനം ശരിയാക്കാൻ അമ്മമാർ ചെയ്യേണ്ടതാണ്. ഇത്രയും ആഹാരം കൊടുത്താൽ മാത്രം പോരാ, അത് ശരീരത്തിൽ പിടിക്കണ്ടേ. അതിനായി ആഹാരത്തിൽ അല്പം ജീരകമോ കായമോ ചേർക്കാൻ മറക്കരുത്. കുഞ്ഞിന് നല്ല ശോധന ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത നേരം ആഹാരം കഴിക്കാൻ അവർക്ക് വിശപ്പ് തോന്നുകയുള്ളൂ. ദിവസം 2 സ്പൂൺ തൈര് നൽകുന്നതും കുഞ്ഞിൻ്റെ ദഹനത്തിന് നല്ലതാണ്. കുഞ്ഞിൻ്റെ കവിൾ വീർക്കാനും കൈകാലുകൾ ഉരുളാനും വെറും കാർബോഹൈഡ്രേറ്റ്, അതായത് അരി, ഗോതമ്പ് മാത്രം പോരാ. ഇതിൻ്റെ കൂടെ നല്ല കൊഴുപ്പും ഹെൽത്തി ഫാറ്റ്സും പ്രോട്ടീനും ചേരണം. നമ്മുടെ ശരീരത്തിലെ പേശികൾ വളരാൻ പ്രോട്ടീൻ അത്യാവശ്യമാണ്. പേശികൾക്ക് ചുറ്റും ഒരു ആവരണം പോലെ കൊഴുപ്പും വേണം. ഇതിനായി ഏറ്റവും മികച്ചതാണ് മുട്ടയുടെ മഞ്ഞയും ഉരുളക്കിഴങ്ങും ചേർന്ന കോംബോ. ഉരുളക്കിഴങ്ങിലെ അന്നജവും മുട്ടയിലെ പ്രോട്ടീനും ആരോഗ്യകരമായ കൊഴുപ്പും ചേരുമ്പോൾ ഇത് കുഞ്ഞിൻ്റെ ശരീരത്തിൽ പെട്ടെന്ന് മാറ്റമുണ്ടാകും. ആഴ്ചയിൽ 4 ദിവസമെങ്കിലും ഇത്തരം കോംബോകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. ഭക്ഷണം വയറ്റിലേക്ക് ചെന്നാൽ മാത്രം പോരാ, അത് രക്തത്തിലേക്കും പിടിക്കണം. അതിനെയാണ് അബ്സോർഷൻ എന്ന് പറയുന്നത്. പല കുട്ടികളും നന്നായി ആഹാരം കഴിച്ചിട്ടും മെലിഞ്ഞിരിക്കുന്നത് അവരുടെ കുടലിൻ്റെ ആരോഗ്യം ശരിയല്ലാത്തത് കൊണ്ടാണ്. കുടൽ പോഷകങ്ങളെ വലിച്ചെടുക്കണമെങ്കിൽ കുടലിൽ നല്ല ബാക്ടീരിയകൾ വേണം. അതിനായി ദിവസവും 2 സ്പൂൺ വീട്ടിലുണ്ടാക്കിയ തൈര് കുഞ്ഞിന് നൽകണം. തൈരിലെ പ്രോബയോട്ടിക്സ് ദഹനം സുഗമമാക്കും. കൂടാതെ ആഹാരത്തിൽ അല്പം ജീരകമോ കായമോ ചേർക്കുന്നത് ഗ്യാസ് ട്രബിൾ ഒഴിവാക്കാനും വിശപ്പ് വർദ്ധിപ്പിക്കാനും സഹായിക്കും. 1 വയസ്സ് കഴിഞ്ഞ കുഞ്ഞുങ്ങൾ നിലത്ത് കളിക്കുകയും കൈകൾ വായിൽ വയ്ക്കുകയും ചെയ്യും. ഇതുവഴി വയറ്റിൽ വിരകൾ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നൽകുന്ന മുന്തിയ തരം പോഷകങ്ങൾ മുഴുവൻ ആ വിരകൾ കുടിച്ചു വറ്റിക്കും. അതുകൊണ്ട് കുഞ്ഞ് എത്ര കഴിച്ചാലും തടി വയ്ക്കില്ല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ ഇടവേളകളിൽ വിരയ്ക്കുള്ള മരുന്ന് നൽകണം. വിരശല്യം മാറിയാൽ തന്നെ കുഞ്ഞിൻ്റെ വിശപ്പ് കൂടുകയും തൂക്കം വർദ്ധിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണാം. അമ്മമാർ ആഹാരത്തിന് നൽകുന്ന അത്രയും പ്രാധാന്യം കുഞ്ഞിൻ്റെ ഉറക്കത്തിന് നൽകുന്നില്ല എന്നതാണ് സത്യം.
കുഞ്ഞുങ്ങൾ ഉറങ്ങുമ്പോഴാണ് അവരുടെ ശരീരത്തിൽ ഗ്രോത്ത് ഹോർമോണുകൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. കുഞ്ഞ് ശരിയായി ഉറങ്ങുന്നില്ലെങ്കിൽ ആഹാരത്തിലൂടെ കിട്ടുന്ന പോഷകങ്ങൾ ശരീരത്തിന് കൃത്യമായി ഉപയോഗിക്കാൻ കഴിയില്ല. രാത്രിയിൽ തുടർച്ചയായ 10-12 മണിക്കൂർ ഉറക്കം കുഞ്ഞിൻ്റെ തൂക്കം വർദ്ധിപ്പിക്കാൻ അത്യാവശ്യമാണ്. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപ് ആഹാരം നൽകി ശാന്തമായ അന്തരീക്ഷത്തിൽ കുഞ്ഞിനെ ഉറക്കാൻ ശ്രദ്ധിക്കുക. അമ്മമാരെ, കുഞ്ഞ് നല്ല ഉഷാറായി കളിക്കുന്നുണ്ടെങ്കിൽ തൂക്കത്തിൻ്റെ കാര്യത്തിൽ അമിതമായി പേടിക്കേണ്ട. ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ കൃത്യമായി നൽകുക. നിങ്ങൾ നൽകുന്ന സ്നേഹവും കരുതലും തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ വളർച്ച. ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും. ഇത് വെറുമൊരു വീഡിയോ അല്ല, നിങ്ങളുടെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനായുള്ള ഒരു ഗൈഡാണ്. എൻ്റെ പരിമിതമായ അറിവുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം, കമൻറ്റായി അറിയിക്കാം തെറ്റുകുറ്റങ്ങൾ നിങ്ങൾക്ക്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന അമ്മമാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റുകളായി ചോദിക്കാം. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.